കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യം എല്ലാവരും നടുങ്ങിപ്പോയി. രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവനുമുള്ള ഒരു പ്രദേശത്ത് ഒരു കാറ് പൊട്ടിത്തെറിച്ച് സ്ഫോടനമുണ്ടായി. 10ലധികം ആളുകൾ അവിടെ നിന്ന് മരണപ്പെട്ടുപോയി. ഇന്ന് നമ്മളെല്ലാവരും കണ്ടു. ആ മരണപ്പെട്ട കൂട്ടത്തിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനും മരിച്ചുപോയിട്ടുണ്ട്. ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച ഒരു വ്യക്തിയുടെ പേര് പറയപ്പെടുന്നുണ്ട്. ചാവേറായി പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത്, രാജ്യത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷ ഉണ്ടാകേണ്ട സ്ഥലത്ത് ഇത്തരം സ്ഫോടക വസ്തുക്കളുമായി എങ്ങനെ ഒരാൾ കടന്നു വന്നു എന്നതിൻ്റെ മറുപടി പറയേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനമാണ്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് അതിനു മറുപടി നൽകേണ്ടത്. എങ്ങനെയാണ് ഇത്രയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് ഇത്തരം സ്ഫോടക വസ്തുക്കളുമായി ഒരാൾ കടന്നു വന്നു എന്നത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചാവേറായി പൊട്ടിത്തെറിച്ചു എന്ന് പറയപ്പെടുന്ന ആളുടെ കാര്യമല്ല. ഒരിക്കലും പരിശുദ്ധമായി ഇസ്ലാം അങ്ങനൊരാശയം പഠിപ്പിക്കുന്നില്ല. അവിടെ മരിച്ചു വീണ മനുഷ്യരുടെ, അവിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജനങ്ങളുടെ, അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമ്മൾ എല്ലാവരും പങ്കുചേരുകയാണ്, ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും. ആ പൊട്ടിത്തെറിച്ച് അവിടെ വീണ് മരിച്ചുപോയ മനുഷ്യരുടെ കൂട്ടത്തിൽ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. കച്ചവട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി തൻ്റെ പിതാവിൻ്റെ ബിസിനസ്സിനു സഹായിക്കുന്ന തൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, മുസ്ലിമായ ചെറുപ്പക്കാരൻ അവിടെ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭീകരവാദികൾ, തീവ്രവാദികൾ, വിധ്വംസകവാദികൾ, അവർക്ക് മതമില്ല, അവർക്ക് ആശയങ്ങളില്ല. അവരുടെ ആശയം ഭീകരവാദമാണ്. ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിലോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ പേരിലോ അത്തരം ആളുകളെ ചേർത്തി പറയരുത് എന്നാണ് ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളോടും നമുക്ക് പറയാനുള്ളത്. പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുക? ഒരിക്കലുമില്ല. മനുഷ്യർക്കൊപ്പം നിലകൊള്ളുക എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആശയം. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് ഒരാളെ നിങ്ങൾ കൊന്നുകളഞ്ഞാൽ, ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നുകളഞ്ഞാൽ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്നുകളഞ്ഞതിന് സമാനമാണ് ഒരൊറ്റ കൊലപാതകം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെയും കൊല്ലാൻ ഇവിടെ ഒരു മനുഷ്യനും അധികാരമില്ല. ഇവിടെ ഒരാളെയും തൂക്കിലേറ്റാൻ, ഒരാളെയും വെടിവെക്കാൻ, ഒരാളെയും കൊലപ്പെടുത്താൻ ഈ ഒരു വ്യക്തിക്കും ഇവിടെ അധികാരമില്ല. നിയമപരമായ സംവിധാനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട കോടതികളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഒരു ഭരണകൂടം, ഒരു കോടതി നൽകുന്ന വധശിക്ഷ അതൊരു നിയമ സംവിധാനമാണ്. ആ സംവിധാനങ്ങൾക്കപ്പുറമുള്ള മനുഷ്യൻ നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ അത് ഭീകരവാദമാണ്, അത് തീവ്രവാദമാണ്. അവിടെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ ഒരിക്കലും പാടില്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ മദ്രസകളിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്ന ആശയം മനുഷ്യനെ സ്നേഹിക്കുക എന്നതാണ്, മനുഷ്യർക്കൊപ്പം നിലകൊള്ളുക എന്നതാണ്. ഒരു മനുഷ്യനെയും അന്യായമായി അപായപ്പെടുത്താൻ പാടില്ല, ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല, ഒരാളെയും നോവിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമുക്കറിയാം. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ ജനങ്ങളും അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും സുരക്ഷിതനായിരിക്കണം. ഒരു മനുഷ്യനും ഒരു മുസ്ലിമിൽ നിന്നൊരു വേദന ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല, ഒരാളെ തെറി പറയാൻ പാടില്ല, ഒരാളെ കുറ്റം പറയാൻ പാടില്ല, ഒരാളെ ചീത്ത വിളിക്കാൻ പാടില്ല.
നിങ്ങൾ നോക്കൂ, നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്ന പാഠം അതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ജീവിത ചരിത്രത്തിൽ നമുക്ക് പാഠമായി പഠിച്ചതാണ്, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. ആ മഹാനവറുകളുടെ മകൻ ഒരു നായ അതിലൂടെ പോകുമ്പോൾ, മുന്നിലൂടെ പോകുമ്പോ ആ നായയുടെ മകൻ നായ എന്ന് വിളിച്ചപ്പോൾ മഹാനായ ആ പിതാവ് തിരുത്തുകയാണ്, ഒരു നായയെ പോലും അങ്ങനെ വിളിക്കാൻ പാടില്ല. കാരണം ലോകത്ത് അങ്ങനെയുള്ള ഒരു വിളി അത് പ്രസിദ്ധമായത് അതിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ വേറെ ആളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ. എന്നാൽ ഒരു നായയെ പോലും അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് സ്വന്തം മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ പോലും നിസാരപ്പെടുത്താൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഈ മഹത്തായ മാസം നമ്മൾ അനുസ്മരിക്കുന്ന ലോക പ്രശസ്ത പണ്ഡിതനായ ആത്മീയ ചക്രവാളത്തിലെ അനിഷേധ്യനായ വ്യക്തിത്വമായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ബറക്കത്ത് ഈ സദസ്സിന് അല്ലാഹു നൽകുമാറാകട്ടെ. മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ഒരു നായയെ പരിപാലിച്ചതിന്റെ ചരിത്രം മഹാനവറുകളുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുകയാണ്. നായ നമുക്കറിയാം, നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. നായയെ തൊട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം. അത് അതിൻ്റെതായ മസലകൾ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ സംശയമുണ്ടാകും. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ജീവിത ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്, ഒരു നായയെ പരിപാലിച്ചു. എത്ര ദിവസമാണെന്നറിയോ? വ്രണം ബാധിച്ച് വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ എല്ലാവരും ആട്ടിയോടിക്കപ്പെടുന്ന രൂപത്തിൽ ഒരങ്ങാടിയുടെ ഓരത്ത് കിടന്ന് വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, മരുന്ന് കിട്ടാതെ വിഷമിക്കുന്ന ഒരു നായെ ആ സ്ഥലത്ത് നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ടെന്റ് കെട്ടിയിട്ട് ആ നായക്ക് ചികിത്സ കൊടുത്തത്, ആ നായക്ക് മരുന്ന് കൊടുത്തത്, ആ നായക്ക് ഭക്ഷണം കൊടുത്തത്, ആ മിണ്ടാപ്രാണിയായ ജീവിക്ക് സംരക്ഷണം കൊടുത്തത് 1-2 ദിവസമല്ല, 40 ദിവസമാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹു ആ നായയെ പരിചരിച്ചിട്ടുള്ളത്. 40 ദിവസത്തോളം ഒരു നായക്ക് മരുന്ന് വെച്ച് കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും മനസ്സ് കാണിച്ച വ്യക്തിത്വത്തിന്റെ പേരാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു അൻഹു. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ലോകത്ത് മഹാന്മാരായ ഔലിയാക്കൾ കാണിച്ചു തന്നതാണ് ഈ മതത്തിന്റെ വിശുദ്ധമായ ആശയങ്ങൾ. മിണ്ടാ പ്രാണികളായ ജീവികളോട് പോലും സ്നേഹം കാണിക്കണമെന്ന് പഠിപ്പിച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു നായ നാവിട്ടടിച്ച് വെള്ളത്തിന് വേണ്ടി വിഷമിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ആ സ്ഥലത്തുകൂടെ നടന്നു വന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ തെറ്റുകൾ ചെയ്ത് കുറ്റങ്ങൾ ചെയ്ത് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഈ നായയുടെ, മിണ്ടാപ്രാണിയായ നായയുടെ ദാഹവും വിശപ്പും കണ്ടപ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനമെടുത്ത് ആ കിണറിൽ നിന്ന് വെള്ളം കോരി നായക്ക് കൊടുത്ത് നായയുടെ ദാഹം അകറ്റിയപ്പോൾ ആ സഹോദരിയുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ആ സഹോദരിക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുകയാണ്. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള ആശയമാണ്. അതേസമയം മിണ്ടാപ്രാണിയായ ഒരു പൂച്ചയെ, നിരപരാധിയായ ഒരു പൂച്ചയെ, ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട പൂച്ച ചത്തുപോയപ്പോൾ ആ പൂച്ചയെ ആക്രമിച്ച സഹോദരി ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിരുന്നു, ഒരുപാട് നിസ്കാരം നിർവഹിച്ചിരുന്നു, ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം ബാത്തിലായി. ആ സഹോദരിയുടെ എല്ലാ അമലുകളും നശിച്ചുപോയി. അവർക്ക് നരകമാണ് ലഭിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മിണ്ടാ പ്രാണികളോട് പോലും
കാരുണ്യം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ അടയാളപ്പെടുത്തലുകളെ ആധുനികമായ ഭാഷയിൽ ഏറ്റവും നല്ല ശൈലിയിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ് നമുക്കിവിടെ വഅലിലൂടെ പറഞ്ഞു തരും. കേരളത്തിനകത്തും പുറത്തും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും മനോഹരമായ പ്രബോധനം നടത്തി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രബോധകരായി വളർത്തിയെടുത്ത മഹാനായ ഉസ്താദ് അവറുകൾ പ്രവാചകർ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ മനോഹരമായ ചരിത്രത്തെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഹൃദയത്തോട് ചേർത്ത് വെക്കാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പാഠങ്ങൾ പഠിക്കണം. ആ പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നേരത്തെ ഇവിടെ സഖാഫി ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ, ഇസ്മായിൽ മാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ, മുനീർ മാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ, റഹീം ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ, ബഹുമാനപ്പെട്ട തങ്ങളവകൾ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും വളരെ പ്രാധാന്യത്തോടെ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ മഹത്തായ സദസ്സ് ബദ്രിയയുടെ 10ാം വാർഷികമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഈ മഹത്തായ സദസ്സ് അൽഹംദുലില്ലാ ഒരുപാട് വിജ്ഞാനങ്ങൾ പകർന്നു നൽകപ്പെടുന്ന സദസ്സാണ്. ഈ സദസ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇസ്ലാമികമായ ആശയങ്ങളെ നമ്മൾ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് പാഠമാവുകയും ചെയ്യണം. പരിശുദ്ധമായ ഇസ്ലാം ഏറ്റവും പ്രധാനമായി നമ്മളോട് ഉത്ബോധിപ്പിച്ചത് അതാണ്. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ മറ്റുള്ള എല്ലാ ജനങ്ങൾക്കും മാതൃകയാകണം എന്നതാണ് ഇസ്ലാം നമ്മളോട് ഉദ്ഘോഷിച്ചിട്ടുള്ളത്. നമ്മുടെ ഭാഷകൾ മാതൃകയായിരിക്കണം, നമ്മുടെ വേഷം മാതൃകയായിരിക്കണം, നമ്മുടെ സ്വഭാവം മാതൃകയായിരിക്കണം, നമ്മുടെ നിലപാടുകൾ മാതൃകയായിരിക്കണം, നമ്മുടെ കുടുംബം മാതൃകയായിരിക്കണം, നമ്മുടെ നാട് മാതൃകയായിരിക്കണം, നമ്മുടെ സ്ഥാപനങ്ങൾ മാതൃകയായിരിക്കണം. ഞാൻ ഇതാവർത്തിച്ചു പറയുന്നത്, നമ്മുടെ ആശയങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയമാണ്. ആരെയും വേദനിപ്പിക്കാതെ, ആരെയും നോവിക്കാതെ, ആരെയും വിഷമിപ്പിക്കാതെ, എല്ലാ മനുഷ്യർക്കും നന്മ ചൊരിയുന്ന, എല്ലാവർക്കും സ്നേഹം നൽകുന്ന, എല്ലാവർക്കും സമാധാനം നൽകുന്ന ഒരാശയ സംഹിതയുടെ പ്രചാരകരാണ് നമ്മൾ. അത് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സമാധാനത്തിന് വേണ്ടിയാണ് ഇസ്ലാം എന്ന ആശയത്തെ ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിച്ചിട്ടുള്ളത്.